യഹൂദ ജനത അനുഭവിച്ച 10-1 പീഡനങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ച ഒരു ജനത ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നില്ല. എന്നിട്ട് യഹൂദ നശിക്കുന്നില്ല. അവൻ അത്തി തളർക്കുന്നത് പോലെ തളിർത്ത് യഹൂദ നിൽക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ് ഇസ്രായേൽ. ഉടമ്പടിയുടെ ജനം അത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ആ ഉടമ്പടിയുടെ ജനം ക്രൈസ്തവരായി നമ്മളാണ്. എന്റെ സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം. ഹോസിയ പ്രവചനം 3:4 വീണ്ടും ആത്മാവ് പറഞ്ഞു. ഹോസിയ പ്രവചനം 3:4 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ഞാൻ നിനക്കും അങ്ങനെ തന്നെയായിരിക്കും. രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധന സ്തംഭമോ എഫോദോ കുലദൈവങ്ങളില്ലാതെ ഇസ്രായേൽ മക്കൾ ലോക ചരിത്രത്തിൽ ഏറെ കാലം കഴിയും. കണ്ടു, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. 1900 വർഷമാണ് നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുന്ന സഹോദരങ്ങളെ. അവിടെ കർത്താവ് പറഞ്ഞ ഈ പ്രവചനത്തിന്റെ ആ പൂർത്തീകരണം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഏകദേശം 1900 വർഷത്തോളം നാടും ദേശവും ഉറ്റവരും ഉടയവരുമില്ലാതെ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ യഹൂദൻ അലഞ്ഞു നടന്നു. ഏറെ കാലം ഇതൊന്നുമില്ലാതെ നീ ജീവിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. സംഭവിച്ചു.